നാരായണ നാരായണ. എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ കലാകാരന്മാരുടെ കലാവിരുന്നുകൾ? നന്നായിരുന്നു അല്ലേ? ഹലോ, എല്ലാവരും ഉഷാർ തന്നെ അല്ലേ? നമ്മൾ നേരത്തെ വിഷുവിനെ കുറിച്ചൊക്കെ പറഞ്ഞു. വിഷുവിന്റെ ചടങ്ങുകളെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് പലർക്കും പരിചയമുണ്ടാകും. എന്റെയൊക്കെ ചെറുപ്പത്തിൽ വിഷുക്കാലം വന്ന നമ്മളൊക്കെ മാവിന്റെ മുകളിലും പുളിമരത്തിന്റെ മുകളിലും ഒക്കെ ആയിരിക്കും. ഇഷ്ടംപോലെ മാങ്ങയും ചക്കയും ഒക്കെ തിന്ന് തൊടി മുഴുവൻ ഓടി നടക്കും. എന്താ പറയാ, ഒരു വളരെ നല്ല കാലം. നമ്മുടെ ഇവിടുത്തെ കുട്ടികൾക്ക് ഇതൊക്കെ ചിലപ്പം കേട്ടുപോലും പരിചയം കാണില്ല. നിനക്ക് മരം കയറാൻ അറിയോ? ഡോ നാരായണ നാരായണ. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, വിഷുക്കാലത്ത് നമുക്ക് വേറൊരു മരം കയറ്റ ജോലി കൂടി ഉണ്ടായിരുന്നു. എന്താണെന്ന് അറിയാവോ? കണിക്കൊന്ന പൂ പറിക്കാൻ. കണിക്കൊന്ന കണ്ടിട്ടില്ലേ? മനോഹരമായി മഞ്ഞ നിറത്തിൽ കുലകുലയായി തൂങ്ങി നിൽക്കുന്ന പൂവ്. കണിക്കൊന്നയ്ക്ക് വേറെ പ്രസിദ്ധമായ ഒരു പേര് കൂടിയുണ്ട്. അറിയാമോ നിങ്ങൾക്ക്? കർണികാരം. കേട്ടിട്ടില്ലേ? കർണികാര തീരങ്ങൾ കഥകളിയുടെ പദമാടി, കർപ്പൂരക്കുളിർ കാറ്റ് കളിവഞ്ചിപ്പാട്ടായി. ഇതിന്റെ ബാക്കി വരികളൊന്നും ചോദിക്കരുത് കേട്ടോ. നാരായണ നാരായണ. ഹാ, അപ്പൊ നമ്മൾ എന്താ പറഞ്ഞു വന്നത്? കണിക്കൊന്നയെ പറ്റി അല്ലേ? ആർക്കെങ്കിലും കണിക്കൊന്നയുടെ പുറകിലുള്ള രസകരമായ കഥ അറിയാമോ? ചിലർക്കൊക്കെ അറിയാമായിരിക്കും. എന്നാലും അറിയാത്തവർക്ക് വേണ്ടി ഞാൻ ആ കഥ ഇവിടെ പറയാം. കഥ കേൾക്കാൻ ഇഷ്ടമല്ലേ? നാരായണ നാരായണ. അപ്പോ ദാ കേട്ടോളൂ. ഈ കഥ നമ്മുടെ സാക്ഷാൽ ഭഗവാൻ ശ്രീകൃഷ്ണനുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ശരിയായ ആത്മീയതയുടെ ആന്തരിക ഭംഗിയാണ് കണിക്കൊന്ന പ്രതിനിധാനം ചെയ്യുന്നത്. ഈ കണിക്കൊന്ന പൂവ് വളരെ ഭംഗിയുള്ളതാണെങ്കിലും എന്റെ അച്ഛൻ കണിക്കൊന്ന മരം വെട്ടിക്കളയുമായിരുന്നു. എന്തിനാണെന്നറിയോ? അച്ഛൻ പറയും, കൊന്ന മരം മണ്ണിലെ വളം വല്ലാണ്ടങ്ങ് വലിച്ചെടുക്കും, അതുകൊണ്ട് തെങ്ങിന്റെ കായ്പ് കുറയും എന്നൊക്കെ. കഷ്ടമല്ലേ? അപ്പൊ നമ്മൾ എന്താ പറഞ്ഞു വന്നത്? ഓ, കൊന്നപ്പൂവിന്റെ ഐതിഹ്യം. നാരായണ നാരായണ. ശരി, കേട്ടോളൂ. ഒരു സ്ഥലത്ത് ഒരു പാവപ്പെട്ട വീട്ടിൽ ഒരു കൊച്ചു കുട്ടി ഉണ്ടായിരുന്നു. ദാ ഇവനെ പോലെ. ആ പയ്യനാണെങ്കിലോ ഒരു പരമ കൃഷ്ണഭക്തൻ. അവൻ വീടിനടുത്തുള്ള ഒരു കൃഷ്ണന്റെ അമ്പലത്തിൽ ദിവസവും പോയി പ്രാർത്ഥിക്കും. ഈ കുട്ടിക്കാണെങ്കിൽ അത്യാഗ്രഹം ഒന്നും ഉണ്ടായിരുന്നില്ല. ആകെപ്പാടെ ഉണ്ടായിരുന്ന ഒരു ആഗ്രഹം, കൊച്ചു ഗോപാലകൃഷ്ണനെ ഒന്ന് നേരിൽ കാണണം എന്നത് മാത്രം. കഷ്ടം അല്ലേ? $1 കോടി ആഗ്രഹിച്ചൂടെ ഈ കുട്ടിക്ക്, അല്ലേ? പക്ഷെ ഈ കുട്ടി പ്രാർത്ഥിക്കുമ്പോൾ ആകെ ചോദിക്കുന്നത്, കൃഷ്ണ, നീ ഒരു കൊച്ചു കൃഷ്ണനായി എന്റെ മുന്നിലൊന്ന് വരുവോ എന്ന് മാത്രം. എന്നാലും പണത്തിന് ചോദിക്കില്ല. നാരായണ നാരായണ. അങ്ങനെ ഒരു ദിവസം ഈ കുട്ടിയുടെ ഭക്തിയിൽ നമ്മുടെ ഭഗവാൻ സംപ്രീതനായി. കുട്ടിയുടെ മുന്നിൽ ഒരു കൊച്ചു കള്ളകൃഷ്ണനായി പ്രത്യക്ഷപ്പെട്ടു. ഇത് കണ്ട മാത്രയിൽ നമ്മുടെ പയ്യൻ മരത്തൂണ് പോലെ അങ്ങ് സ്തബ്ധനായി പോയി. കണ്ണിൽ നിന്നും കുടുകുടാ കണ്ണുനീര് പ്രവഹിക്കാൻ തുടങ്ങി. പേടിച്ചിട്ടല്ല കേട്ടോ, ആനന്ദാശ്രു ആനന്ദാശ്രു. നാരായണ നാരായണ. കൃഷ്ണൻ പറഞ്ഞു, ഞാൻ നിന്നിൽ സംപ്രീതനായിരിക്കുന്നു. നിന്റെ ഏതൊരാഗ്രഹവും പറഞ്ഞോളൂ. നമ്മുടെ കുഞ്ഞു കരഞ്ഞോണ്ട് പറഞ്ഞു, കൃഷ്ണ, എന്റെ ഏറ്റവും വലിയ ആഗ്രഹം ഇതിനകം തന്നെ സാധിച്ചിരിക്കുന്നു. ഞാൻ എന്റെ കൺകുളിർക്ക് നിന്നെ കണ്ടുല്ലോ. ഇനി എനിക്ക് വേറെ ആഗ്രഹങ്ങളൊന്നും തന്നെയില്ല. ഈ മറുപടി കൃഷ്ണന് ഇഷ്ടപ്പെട്ടു. കൃഷ്ണൻ ഉടനെ അരയിലുള്ള സ്വർണത്തിന്റെ അരഞ്ഞാണം അഴിച്ച് നമ്മുടെ പയ്യൻസിന് കൊടുത്തു. എന്നിട്ട് അങ്ങട് അപ്രത്യക്ഷനായി. നാരായണ നാരായണ. നമ്മുടെ കുട്ടി സന്തോഷപരവശനായി നേരെ അവന്റെ സുഹൃത്തുക്കളുടെ അടുത്തേക്ക് ഓടി. എന്നിട്ട് സംഭവിച്ച കഥകളൊക്കെ അണുകിടവിടാതെ അങ്ങ് വിവരിച്ചു. പക്ഷേ അവന്റെ ഒരു കൂട്ടുകാരനും ഈ കഥ വിശ്വസിച്ചില്ല. ഒരാൾ പറഞ്ഞു, ഈ അരഞ്ഞാണ് സ്വർണമേ അല്ല. മറ്റൊരുത്തൻ പറഞ്ഞു, ഇത് മുക്കാണ്. എന്താ കഥ? ഇത് കേട്ടിട്ട് നമ്മുടെ പയ്യനാകെ സങ്കടമായി. നാരായണ നാരായണ. അടുത്ത ദിവസം അമ്പലത്തിലെ പൂജാരി ശ്രീകോവിൽ തുറന്നപ്പോൾ എന്താ കഥ? മൂർത്തിയുടെ അരയിലെ അരഞ്ഞാണം കാണുവാനില്ല.
പൂജാരി നിലവിളിച്ചുകൊണ്ട് പുറത്തേക്ക് ഓടി, ഭഗവാന്റെ അരഞ്ഞാണം കാണാനില്ല, ഭഗവാന്റെ അരഞ്ഞാണം കാണാനില്ല. നാട്ടുകാരൊക്കെ വിവരം അറിഞ്ഞു. കാട്ടുതീ പോലെ വിവരം പരന്നു. അന്വേഷണത്തിൽ നമ്മുടെ പയ്യൻ അരഞ്ഞാണം കിട്ടിയ കഥ നാട്ടുകാരറിഞ്ഞു. നാരായണ നാരായണ. ഒട്ടും വൈകാതെ എല്ലാവരും ഈ കുട്ടിയുടെ വീട്ടിലെത്തി. അവര് കള്ളാ കള്ളാ, അരഞ്ഞാണ കള്ളാ എന്നൊക്കെ അലറി വിളിച്ചു കൂവുന്നുണ്ട്. സ്വന്തം മകനെ കള്ളാ കള്ളാ എന്ന് ആവർത്തിച്ച് വിളിക്കുന്നത് കുട്ടിയുടെ അമ്മയ്ക്ക് തീരെ സഹിച്ചില്ല. എന്റെ മകൻ കളവ് ചെയ്യാനോ ഒരിക്കലുമില്ല എന്നൊക്കെ കരഞ്ഞു പറഞ്ഞിട്ടും നാട്ടുകാർ ചെവിക്കൊണ്ടില്ല. അവസാനം സങ്കടവും ദേഷ്യവും സഹിക്ക വയ്യാതെ ആ അമ്മ നമ്മുടെ കൊച്ചുകുട്ടിയെ പൊതിരെ അങ്ങ് തല്ലി. എന്നിട്ട് അവന്റെ അടുത്ത് നിന്നും അരഞ്ഞാണം എടുത്തിട്ട് ഒരൊറ്റയേറെ. ആ അരഞ്ഞാണം നേരെ പോയി ഒരു മരത്തിൽ തങ്ങി. എന്തൊരതിശയം! ഉടനെ ആ മരത്തിൽ ഇലകൾക്ക് പകരം വളരെ മനോഹരമായ പുഷ്പങ്ങൾ വിരിഞ്ഞു. ആ പൂവാണത്രേ നമ്മുടെ കൊന്ന പൂവ്. ഇനി ഈ കഥ കേട്ടിട്ട് നിങ്ങളാരും നിങ്ങളുടെ അരഞ്ഞാണം എടുത്തോണ്ട് പുറത്തുള്ള മരത്തിലോട്ട് എറിയരുത് കേട്ടോ. നാരായണ നാരായണ. കണിക്കൊന്നയുടെ കഥ പറഞ്ഞങ്ങ് സമയം പോയി. ഇനി കുറച്ച് നയനമനോഹരമായ കലാപരിപാടികൾ കാണാം. അത് കഴിഞ്ഞ് വേറെ ചില കാര്യങ്ങൾ പറയാം. എന്താ? നാരായണ നാരായണ.